അല്ലാഹുവിന്റെ ഇൽമ്, അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, അതേപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് എന്റെ പ്രിയമുള്ളവരെ വളരെയധികം പവിത്രമായ അല്ലാഹുവിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അറിവുകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗമെങ്ങാനും ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ നിങ്ങൾ കണ്ടാൽ ആ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളൊന്ന് കയറിയിരിക്കണേ സ്വഹാബ. ഒരിക്കലും തന്നെ നിങ്ങൾ അതിനെ തള്ളിക്കളയരുതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഒരിക്കൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. പഠിച്ചവനെ സ്വർഗ്ഗത്തെക്കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതാ അവിടുന്ന് സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ എവിടെയാണ് നബിയെ സ്വർഗ്ഗമിരിക്കുന്നത്? ഈ ദുനിയാവിൽ സ്വർഗ്ഗമുണ്ടോ നബിയെ? ഈ ദുനിയാവിൽ സ്വർഗ്ഗമുണ്ടോ നബിയെ? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാലും മനുഷ്യർ തമ്മിൽ വല്ലാത്ത വേദനയാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും പകയോട് കൂടി വിദ്വേഷത്തോട് കൂടി നടക്കുന്ന ഈ ദുനിയാവിൽ എവിടെയാണ് റസൂലേ സ്വർഗ്ഗമിരിക്കുന്നത്? എവിടെയാണ് നബിയെ സ്വർഗ്ഗമിരിക്കുന്നത്? ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ നബിയെ? ൊന്ന് പറഞ്ഞു തരുമോ നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബ, ദുനിയാവിലെ സ്വർഗ്ഗമുണ്ട് സ്വഹാബ, ദുനിയാവിലെ സ്വർഗ്ഗമുണ്ട് സ്വഹാബ. ഏതാണ് ആ പരിശുദ്ധമായ സ്വർഗ്ഗമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവേ, പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന മജ്‌ലിസുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന മജ്‌ലിസുകളുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ മജ്‌ലിസിനോടുണ്ട് മജ്‌ലിസ് ഉണ്ടാവാറുണ്ട്, വഅലിന്റെ സദസ്സുകൾ ഉണ്ടാകാറുണ്ട്. ആ സദസ്സുകളാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീൻ പറയുന്ന മജ്‌ലിസുകളെ കുറിച്ചിട്ട്, ഇൽമ പറയുന്ന മജ്‌ലിസുകളെ കുറിച്ചിട്ട് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മോനെ, അത് സ്വർഗ്ഗമാണ്, സ്വർഗ്ഗമാണ്. അല്ലാഹുവേ, നമ്മുടെ നാട്ടിലൊക്കെ ഡിജെ പാർട്ടി ഉണ്ടാകാറുണ്ട്. അല്ലാഹുവേ, ഗാനമേളകൾ കടന്നു വരാറുണ്ട്. ഇതെല്ലാം നടന്നിട്ട് അവിടെ പാട്ടും കൂത്തുമായിട്ട് ആടിത്തിമിർക്കുന്ന യുവതലമുറയൊന്ന് മനസ്സിലാക്കണേ മോനെ, അതല്ല നിനക്ക് ഖൈറുള്ളത്. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുന്ന മജ്‌ലിസുകളുണ്ടല്ലോ, ആ മജ്‌ലിസിലേക്ക് ഞാനും പടച്ചറബേ നമ്മളെന്ന് കടന്നു ചെന്നാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള മജ്‌ലിസാണല്ലോ. അവിടെ മജ്‌ലിസിനോട് പാരായണം ചെയ്യുമ്പോ, ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോ, പടച്ചവനെ, അവിടെ ബദരീങ്ങളെ സാന്നിധ്യമുണ്ടടാ. പടച്ചവനെ, റസൂലുള്ളാഹിന്റെ സ്വലാത്തിന്റെ മജ്‌ലിസുകളാകുമ്പോ റസൂലുള്ളാഹിന്റെ സാന്നിധ്യമുള്ള മജ്‌ലിസല്ലേ? അവിടെയല്ലേ പൊന്നുമോനെ സ്വർഗ്ഗമിരിക്കുന്നത്? അവിടെയല്ലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗമുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ എന്ത് തന്നെ നന്മകളുണ്ടെങ്കിലും ഇതുപോലെ ഇൽമിന്റെ മജ്‌ലിസുകൾ കണ്ടാൽ ആ മജ്‌ലിസുകളിലേക്ക് ഓടി ഓടിട്ട് കയറിയിരിക്കാനുള്ള ഭാഗ്യം നിനക്ക് വേണേ. എന്റെ പ്രിയമുള്ളവരെ, അത് ഇൽമിന്റെ മഹത്വമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൽമിന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ ദുനിയാവിന്റെ തൊലിക്കുമുകളിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ള ഒരു അമലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും കൂടുതൽ അമലിനെ കുറിച്ച്, നന്മയുള്ള അമലിനെ കുറിച്ചിട്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും തയ്യിബായ അമലിനെ ഞാനൊന്ന് പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ അതാ സ്വഹാബത്ത് കടന്നു വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ,
അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകളെ കുറിച്ചുള്ള, പ്രവർത്തനങ്ങളെ കുറിച്ച്, ഇബാദത്തിനെ കുറിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവോ നബിയേ, ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തരുവോ നബിയേ. പടച്ചവനെ ഇതങ്ങ് പറയേണ്ട താമസമതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ സ്വഹാബാ അൽ-ഇൽമു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ടല്ലോ, ആ പടച്ച തമ്പുരാനെ കുറിച്ചിട്ട് നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ, ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ അല്ലാഹുവിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കലാണ്. അവിടുന്ന് സ്വഹാബത്ത് അവിടുന്ന് വീണ്ടും ചോദിക്കുകയാണ്, നബിയേ ഞങ്ങളെ ഇൽമിനെ കുറിച്ചല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്, ഞങ്ങളെ ഇൽമിനെ കുറിച്ചല്ല നബിയേ നിങ്ങൾ പറഞ്ഞത്, ഞങ്ങളെ അമലിനെ കുറിച്ചാണ് നബിയേ പറഞ്ഞത്, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അൽ ഇൽമു ബില്ലാഹ്. നബി വീണ്ടും അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണെന്ന് അറിയോ? നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചുള്ള പരിശുദ്ധമായ ഇൽമു പഠിക്കുക, റബ്ബിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക, അവന്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കുക. നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിച്ചത് പഠിച്ചവനെ ഇതങ്ങ് പറയേണ്ട താമസമതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, യാ സഹാബാ അൽ-അമലുൽ ഖലീലു കാഫിൻ മഅൽ ഇൽമി ബില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്ന പടച്ച തമ്പുരാനെ ഹൃദയത്തിലേക്ക് നീ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ ഓരോ കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ, അല്ലാഹു നിനക്ക് തരുന്നത് ഈ ദുനിയാവിൽ അല്ലാഹു ചെയ്യുന്നത്, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച്, അല്ലാഹുവിന്റെ നരകത്തെ കുറിച്ച്, അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടെങ്കിൽ, റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കുന്ന അറിവ് നിനക്കുണ്ടെങ്കിൽ, മോനെ നിനക്ക് അമല് കുറച്ച് മതിയടാ. നിനക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയണം, അല്ലാഹു പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയണം. പഠിച്ചവനെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് നിനക്ക് മനസ്സിലാക്കാൻ കഴിയണം. എന്താണ് ഖുർആനിലെ ഒരു ആയത്ത്, ആ ആയത്തിൽ എന്താണ് പറഞ്ഞത് എന്ന് നിനക്ക് സംശയം വരാൻ പാടില്ല. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ബോധം നിനക്കുണ്ടോ? വ്യക്തമായിട്ടുള്ള ധാരണ നിന്റെ മനസ്സിനകത്തുണ്ടോ? നീ രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നിനക്ക് അമല് കുറച്ച് മതിയടാ, നിനക്ക് അമല് കുറച്ച് മതിയെന്ന് അല്ലാഹുവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ നമ്മളൊക്കെ നമസ്കാരത്തിലേക്ക് കടന്നു വന്നാൽ ഒരുപാട് ചിന്തകളാണ് നമ്മുടെ മനസ്സിനകത്തോട്ട് കടന്നു വരുന്നത്. ഒരുപാട് ചിന്തകളാണ് പഠിച്ചവനെ കടന്നു വരുന്നത്. അല്ലാഹുവേ ദിക്റിന് പോയാൽ ദിക്റ് ചൊല്ലാൻ പഠിച്ച റബ്ബേ നമ്മളങ്ങ് ഒരുങ്ങി നിന്നാൽ ദുനിയാവിന്റെ ആഡംബരങ്ങളും ദുനിയാവിന്റെ ചിന്തകളുമായിട്ട് നമ്മുടെ മനസ്സങ്ങ് പഠിച്ചവനെ ചിന്തകളൊക്കെ നിറയുകയാണല്ലോ. എന്തേ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ബോധമായിട്ടില്ല. അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള നമുക്കുള്ള മനസ്സ് പഠിച്ചവനെ നമ്മൾ ചിന്ത കൊടുത്തിട്ടില്ല. റബ്ബേ ഈ ദുനിയാവിന്റെ തൊലിക്കപ്പുകളിൽ
പഠിച്ചവനെ ഒരു പ്രളയം വരുമ്പോ, ഒരു ദുരന്തം വരുമ്പോ, നിനക്കൊരു പരീക്ഷണം കടന്നു വരുമ്പോ, ആ പരീക്ഷണത്തിൽ നിനക്ക് റബ്ബിനെ കണ്ടെത്താൻ കഴിയണം കേട്ടോ. ആ പരീക്ഷണത്തിൽ നിന്റെ യജമാനനായ പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനെ മനസ്സിലാക്കാൻ, അല്ലാഹനെ അറിയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണേ. അല്ലാഹുവേ, നിനക്ക് കടമുണ്ടെങ്കിൽ, നിനക്ക് രോഗമുണ്ടെങ്കിൽ, നിനക്ക് ആലോചിച്ച് നോക്കുമ്പോ ഒരുപാട് പരീക്ഷണങ്ങളാണ് ജീവിതത്തിൽ കടന്നു വരുന്നത്, ഒരുപാട് വേദനകളാണ് പടച്ചവനെ കടന്നു വരുന്നത്. ഈ വേദനകളിലെല്ലാം സത്താവായ പടച്ച തമ്പുരാനെ, എന്റെ പ്രിയമുള്ളവരെ, നിനക്കൊന്ന് കാണാൻ നിനക്ക് കഴിഞ്ഞാൽ, അതിനുള്ള മനസ്സൊന്ന് നിന്റെ ഹൃദയത്തിൽ നിനക്ക് വന്നാൽ, നീയാണ് ഏറ്റവും കൂടുതൽ വിജയിച്ചവന്. നിനക്ക് അല്ലാഹനെ കണ്ടെത്താൻ കഴിയുന്നതാ. അങ്ങനെ തന്നെ പരീക്ഷണങ്ങളില്, അല്ല തന്ന വേദനകളില്, അല്ല തന്ന ഇടങ്ങേറുകളില്, നിന്റെ രോഗത്തിലും നിന്റെ കടങ്ങളിലും നിന്റെ മറ്റു വേദനകളിലും പടച്ചവനെ എല്ലാം നിനക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കില്, എല്ലാം നിനക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കില്, ഏകനായ പടച്ച തമ്പുരാനുണ്ടല്ലോ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ച തമ്പുരാനുണ്ടല്ലോ, ആ പടച്ച റബ്ബ് നിന്നെ ഒരിക്കലും തന്നെ കൈവിടില്ല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ അമലി ഏതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് കടന്നു വന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബ, ഏറ്റവും പവിത്രമായ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അൽ ഇൽമു ബില്ലാഹ്, അത് അല്ലാഹുവിനെ കൊണ്ടുള്ള ഇൽമാണ്. പടച്ച റബ്ബ് എന്താണ് എന്ന് നീ മനസ്സിലാക്കലാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അല്ലാഹനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇതാണ് പടച്ച റബ്ബ്. എന്തൊരു അത്ഭുതം വന്നാലും, എന്തൊരു ദുരന്തം വന്നാലും, എന്തൊരു ഇടങ്ങേറ് വന്നാലും, ഇത് എന്റെ റബ്ബിൽ നിന്നുള്ളതാണ്, ഇത് എന്റെ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഇതിലൊരു കാര്യം, ഒരുപാട് കാര്യം പഠിച്ചവനെ എനിക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ബോധം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണം. ഇന്ന് വയനാടിനകത്ത് പഠിച്ചവനെ ചൂരൽ ഊരയിൽ ഒരു ദുരന്തം വന്നപ്പോ പഠിച്ചവനെ അല്ലാഹുവിനെ പഴി പറഞ്ഞ എത്ര ആളുകളുണ്ടെന്നറിയോ? എവിടെയാണ് ദൈവം, എവിടെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിലാക്കി ആ ഓരോ കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ, അല്ലെങ്കിൽ ദൈവത്തെ കാണൂല, പഠിച്ചവനെ കാണൂല, പക്ഷേ ദുരന്തവും കാര്യങ്ങളും വരുമ്പോ മാത്രമാണ് ചില ആളുകൾക്ക് ദൈവത്തെ, അല്ലെങ്കിൽ എവിടെയും ദൈവമല്ല, എന്തിനും ദൈവമല്ല. ഒരു ദുരന്തം വരുമ്പോ മാത്രം എവിടെയാണ് ദൈവം, എവിടെയാണ് ദൈവം എന്താ ഇങ്ങനെ, പഠിച്ചവൻ എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ എഴുതുന്നതും പറയുന്നതും കാണാൻ കഴിയും. അല്ലെങ്കിൽ ദൈവത്തെ കാണൂല. അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഏറ്റവും പവിത്രമായ കാര്യം എന്ന് പറയുന്നത് അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിനക്ക് അല്ലാഹുവിനെ കുറിച്ച് നിനക്ക് ബോധമുണ്ടെങ്കിൽ, എന്താണ് അല്ലാഹു എന്ന് നിനക്ക് അറിവുണ്ടെങ്കിൽ നിനക്കത് മതി. നിനക്ക് ഏറ്റവും കൂടുതൽ അമലിനേക്കാളും നല്ലത് പടച്ച തമ്പുരാനെ നിനക്ക് മനസ്സിലാക്കാൻ. അതാണ് ഏറ്റവും അല്ലാഹനെ മനസ്സിലാക്കാൻ കഴിയലാണ് ഏറ്റവും നല്ല അമൽ ഏതാണ് നബി എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഈ കാര്യം. അല്ലാഹു ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇൽമ എന്ന് കേട്ടാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് അവിടുന്ന് ഓടുമായിരുന്നു അല്ലാഹുവിന്റെ മുമ്പിൽ, റസൂലിന്റെ മുമ്പിലേക്ക്. ഒരിക്കലതാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക്
സാബിത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒരുപാട് നമസ്കരിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞ എല്ലാ നന്മകളും നബിയെ ഞങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഹൃദയത്തിനകത്ത് ഒരു ഈമാൻ ഉണ്ടാകാൻ, ഒരു ഈമാനിന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയത്തിലൊന്നും കൂടെ വർദ്ധിക്കാൻ നബിയെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അല്ലാഹുവേ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചവനെ ഇതങ്ങ് കേട്ടപ്പോ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബ, നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, നിങ്ങൾ അവിടെ നിന്ന് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് ഏറ്റവും കൂടുതൽ അർത്ഥവത്തായ വല്ലാത്ത നന്മയുള്ള നല്ലൊരു ചോദ്യമാണ് സ്വഹാബ. അതുകൊണ്ട് ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. എല്ലാ സ്വഹാബത്തും ഉണ്ടാകുന്ന സമയത്ത് എന്റെ പ്രിയമുള്ളവരെ ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിയോട് പറയുകയാണ്. പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടെ ഈ കാര്യമങ്ങ് പറഞ്ഞപ്പോ അതാ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അതാ പടച്ചവനെ ഒരു ഇൽമ പറഞ്ഞു തരികയാണല്ലോ, പടച്ചവനെ സ്വഹാബത്തിന്റെ എല്ലാവരുടെ അടുത്തേക്കും ഇങ്ങനെ ചെല്ലുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറയുന്ന റസൂലുള്ളാഹി ഒരു പുതിയ ഇൽമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഒരു ഇൽമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് കടന്നു വരണേ എന്ന് പറയുമ്പോ അല്ലാഹുവേ ഓരോ സ്വഹാബത്തും ഓരോരോ ജോലികളിലാണ്. അവിടെ തന്റെ തോട്ടത്തിൽ പണിയെടുക്കുന്നവരുണ്ട്, തന്റെ വീട്ടില് പണിയെടുക്കുന്നവരുണ്ട്, തന്റെ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട്. പടച്ചവനെ എല്ലാ കാര്യങ്ങളും ഇട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ സ്വഹാബത്തതാ എല്ലാവരും റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വഹാബ, നിങ്ങളാ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം നിങ്ങൾ ഒന്നും കൂടെ ചോദിക്കുമോ? ഈ തടിച്ചു കൂടിയ സ്വഹാബത്തിന്റെ മുമ്പിലതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പില് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സ്വഹാബ, പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് നബിയേ. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നും കൂടെ ഒരു ലഭിക്കാൻ, ഒന്നും കൂടെ ഒരു ഒരു നന്മ ഞങ്ങൾക്ക് പറഞ്ഞു തരുവോ നബിയേ എന്നവിടുന്ന് റസൂലുള്ളാഹിയോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, സ്വഹാബ, ഉദ്കുറുൽ മനിയാ, നിങ്ങൾ മരണത്തെ ഓർത്തുകൊണ്ട് ജീവിക്കണേ സ്വഹാബ. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിലൂടെ കടന്നു പോകുമ്പോ ഏത് സമയത്തും ഉണ്ടല്ലോ പടച്ചവനെ മരണത്തെ ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തിന് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇൽമെന്ന് കേട്ടാൽ അങ്ങനെയാണ് പ്രിയമുള്ളവരെ, സ്വഹാബത്തിന്റെ വല്ലാത്ത ആർത്തിയായിരുന്നല്ലോ അത് ജീവിതത്തിൽ പകർത്താൻ, അതൊന്ന് കേൾക്കാൻ, അത് മറ്റുള്ളവർക്കൊന്ന് പകർന്നു കൊടുക്കാൻ പടച്ചവനെ അവിടുന്ന് വല്ലാത്ത താല്പര്യമാണ്.
അതിൽ തന്റെ ജോലി എന്നില്ല, തന്റെ ആവശ്യങ്ങളെന്നില്ല, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അതാ പടച്ചവനെ സ്വഹാബത്ത് കടന്നു വരുമായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ ഇൽമിന്റെ മഹത്വമാ സ്വഹാബത്തിന്റെ അത്രത്തോളം ആർത്തിയായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, ഇൽമിന്റെ മഹത്വത്തെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കലതാ ഒരു സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുകയാണ്. ഒരിക്കലതാ ഒരു സദസ്സിലേക്ക് കടന്നു ചെല്ലാൻ ആ സമയത്ത് ഭാഗത്ത് പടച്ചവനെ ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ട്, ഒരു ഭാഗത്ത് ഇൽമ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നത് എങ്ങോട്ടാണെന്നറിയോ? അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന, അവന്റെ റസൂലിനെ കുറിച്ച് പറയുന്ന, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്നതെന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാന്മാർ റിപ്പോർട്ട് ചെയ്യുകയാ. അത് ഇൽമിന്റെ മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തആല ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ ഇൽമിന്റെ മജ്‌ലിസ് കാണുന്നുണ്ട്, അതേപോലെ ദിക്റിന്റെ മജ്‌ലിസ് ഉണ്ട്. മുത്തുനബി നേരെ കടന്നു ചെന്നത് ആ ഇൽമ പറയുന്ന സ്ഥലത്തേക്കാണ്. എന്തേ കാരണം? ഇൽമിന്റെ മഹത്വമാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുക. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നന്മ തരട്ടെ, അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ, അല്ലാഹു തആല നമുക്ക് നന്മ നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് നമ്മൾ ശാന്തമാക്കുക, നമ്മുടെ മനസ്സിനെ നമ്മൾ നന്നാക്കുക. എല്ലാവിധ തെറ്റുകളിൽ കുറ്റങ്ങളിൽ നിന്നും പടച്ചവനെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാറ്റി നിർത്തുക. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ദാരിദ്ര്യം കൊണ്ടും എല്ലാം കൊണ്ടും നമ്മൾ വലയുന്നവരാ. നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനകത്ത് പടച്ചവനെ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ഈമാനില്ല, ഒരു അമലില്ല. നമ്മുടെ അമലുകളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, ജീവിതത്തിൽ എത്രയോ അപരാധങ്ങളാണ് നമ്മൾ കാണുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും ഒരുപാട് അപരാധങ്ങളാണ്, നന്മകൾ കുറവാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിനകത്ത് ഇൽമ പഠിച്ചിട്ട് അല്ലാഹുവുമായിട്ടുള്ള ബന്ധം, ഒരു ഇടപെടൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഉണ്ടാക്കുക. ഒരാളെ കുറിച്ചിട്ട് മോശമായിട്ട് ചിന്തിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മോശമായിട്ട് പറയരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനകത്ത് അറിയാതെ എന്താകും തെറ്റുകളും മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിനകത്ത് കടന്നു വരുന്നല്ലേ. അല്ലാഹു നമുക്ക് രക്ഷിക്കട്ടെ, അല്ലാഹു തആല നമുക്ക് രക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പടച്ചവനെ നമുക്കറിയാം, മനാഫി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ റബ്ബേ നമ്മളെല്ലാവരും കണ്ടതാണ്. അല്ലാഹുവേ, തന്റെ ലോറി ഡ്രൈവർ ഒരു പ്രയാസത്തിൽ പെട്ടപ്പോൾ, തന്റെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് പടച്ചറബ്ബേ കർണാടകയിലെ നദി തീരങ്ങളിലൂടെ അലഞ്ഞ ഒരു മനുഷ്യൻ. എല്ലാവരും ആ സമയത്ത് നെഞ്ചിലേറ്റി, എല്ലാവരും അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പറഞ്ഞു, എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തി പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് പല സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ അദ്ദേഹം സൗദിയിലേക്ക് ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരുപാട് ആളുകൾ വിദേശത്ത് നിന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന ദിവസത്തിൽ അവിടേക്ക് സൗദിയിലേക്ക് എന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന ദിവസത്തിൽ ഞാൻ വരുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവർ, പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടു. പക്ഷെ അതിന്റെ താഴത്ത് നോക്കുമ്പോൾ ഒരുപാട് കമന്റുകൾ കാണുന്നുണ്ട്, വളരെ മോശമായ രീതിയിലുള്ള കമന്റ്. എന്റെ പ്രിയമുള്ളവരെ,
അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചിട്ടാണ് നിങ്ങൾ എന്നാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടാണ് ആളുകൾ മെസ്സേജ് അയക്കുന്നതും അദ്ദേഹം വിളിക്കുന്നതും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കമന്റിൽ, അദ്ദേഹത്തിന്റെ വീഡിയോയുടെ കമന്റിൽ വളരെ മോശമായിട്ട് ഇനി നീ ഒരു പിന്നെ ഷിഹാബ് ജേറ്റൂരിനെ പോലെ നീ വരുമോ, ഒരു യൂട്യൂബ് ഹാജിയാകുമോ എന്ന രൂപത്തിലൊക്കെയുള്ള വളരെ മോശമായിട്ട് ഒരു നന്മമര ഹാജിയാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവേ അവിടുന്ന് കളിയാക്കുന്ന രീതികളിൽ എന്റെ പ്രിയമുള്ളവരെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണാൻ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനും ആരെയും പറയാനും നമ്മൾ പോകണ്ട. നമ്മുടെ ഹിസ്റ്ററിയും നമ്മുടെ ജീവിതമൊക്കെ നമ്മളൊന്ന് എടുത്താൽ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളും നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഞാൻ എന്താണ് എന്ന്. എന്റെ ജീവിതം ഞാനൊന്ന് എടുത്തു നോക്കിയാൽ എനിക്ക് മനസ്സിലാകും ഞാൻ എന്താണ്. നിങ്ങളുടെ ജീവിതം A to Z നിങ്ങളൊന്ന് പരിശോധിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും പഠിച്ചവരെ ഞാൻ എന്താണ് എന്ന്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ഒരാളെയും എതിർക്കാനോ ഒരാളെയും താഴ്ത്താനോ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പോണ്ട. നന്മയല്ല എങ്കിൽ നമുക്ക് നന്മയായിട്ട് കാണാൻ കഴിയുന്നില്ല എങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ നിനക്ക് രഹസ്യമായിട്ട് നിനക്ക് ഉപദേശിക്കാൻ കഴിയുമോ? അതിന് നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിന്റെ മനസ്സുകൊണ്ട് വെറുത്തിട്ട് നീ അവിടുന്ന് മാറ്. പറയ്, നിന്റെ കൈ കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ നീ തടയേ. അല്ല, നിന്റെ മനസ്സുകൊണ്ട് നിനക്ക് വെറുത്തിട്ട് മാറാൻ കഴിയുമെങ്കിൽ നീ അവിടുന്ന് മാറ്. അതിലിടപെടരുത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ. അതുകൊണ്ട് നമുക്ക് ആ മേലെ പറഞ്ഞ രണ്ടെണ്ണത്തിന് കഴിയില്ലെങ്കിൽ പിന്നെ മൂന്നാമത് പറഞ്ഞതിനാ നമുക്ക് കഴിയാം. അല്ലേ, മൂന്നാമത് പറഞ്ഞതിനാണ് നമുക്ക് കഴിയാം. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുക. അല്ലാഹു ബോധം നൽകട്ടെ. അല്ലാഹു നമ്മുടെ മനസ്സ് അല്ലാഹു തആല നന്നാക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അമൽ പഠിപ്പിച്ചു തരാം. നല്ല നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായിട്ടുള്ള ഒരു അമൽ ഇന്നത്തെ ദിവസം ഞാൻ പഠിപ്പിച്ചു തരാം. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവേ നമ്മുടെ കൈകളിൽ കാണുന്ന നഖമുണ്ടല്ലോ, നമ്മുടെ വിരലുകളിൽ കാണുന്ന നഖമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വെള്ളിയാഴ്ച ആരെങ്കിലും നഖം മുറിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് അവനെ സംരക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല പ്രയാസങ്ങൾ കൊടുക്കൂല. ഈ വെള്ളിയാഴ്ച അഥവാ നാളത്തെ ദിവസം നമ്മൾ രാവിലെ നമ്മൾ നേരത്തെ നഖം മുറിച്ചു, എന്നാൽ അടുത്ത വെള്ളിയാഴ്ച വരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് നീ സംരക്ഷിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതേപോലെ തന്നെ വീണ്ടും അവിടെ നിന്ന് പറയുന്നു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ വെള്ളിയാഴ്ച നഖം മുറിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് രോഗങ്ങളെ പുറന്തള്ളി ശമനത്തെ കൊടുക്കുമെന്ന്, അവന്റെ ജീവിതത്തിലേക്ക് ശമനങ്ങളെ നിക്ഷേപിച്ചു കൊടുക്കുമെന്ന് അല്ലാഹുവേ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നുണ്ട്. ശരീരത്തിനകത്തുള്ള രോഗങ്ങളുണ്ടല്ലോ, പക്ഷെ ഇതൊക്കെ എന്താകണം? മനസ്സിനകത്ത് നല്ല നെയ്യത്തോട് കൂടി ഞാനൊന്ന് കാണിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ല, ഞാനൊന്ന് കാട്ടി നോക്കട്ടെ ഇതൊക്കെ നടക്കോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യേണ്ട. ചെയ്യേണ്ട രൂപം എന്ന് പറയുന്നത് പഠിച്ചോനെ ഇന്നത്തെ ദിവസത്തിൽ എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്, എന്റെ ജീവിതത്തിൽ പകർത്തുകയാണ് എന്ന നല്ല നിയ്യത്തോട് കൂടി എന്റെ പ്രിയമുള്ളവരെ ചെയ്യും. എന്നാൽ അല്ലാഹു തആല ഇത് നിനക്ക് തരും. അതേപോലെ തന്നെ ഇന്ന് വ്യാഴാഴ്ച ദിവസം അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൂടെ നമ്മുടെ മുമ്പിലുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ദാരിദ്ര്യത്തിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ, അന്ധതയിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ, വെള്ളപ്പാണ്ടിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ, ഭ്രാന്ത് പോലെയുള്ള അസുഖങ്ങളിൽ നിന്ന്, നിന്റെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന്, ഭ്രാന്തിൽ നിന്ന് നിനക്ക് രക്ഷ വേണോ എന്നീ പ്രയാസങ്ങൾ നിങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രയാസങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് അസറിന്റെ ശേഷം ഈ വ്യാഴാഴ്ച ദിവസത്തിലെ അസറിന്റെ ശേഷം നിങ്ങൾ നഖം മുറിച്ചോ, നിങ്ങളുടെ കൈകളിലുള്ള നഖത്തെ നിങ്ങൾ മുറിച്ചു കളയുക എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്തൊക്കെ മാറുന്ന പറഞ്ഞത്? നിന്റെ ദാരിദ്ര്യം അല്ലാഹു തആല മാറ്റിത്തരും, അന്ധത അല്ലാഹു തആല മാറ്റിത്തരും, വെള്ളപ്പാണ്ട് അല്ലാഹു തആല മാറ്റിത്തരും, അതേപോലെ തന്നെ ഭ്രാന്ത് അല്ലാഹു തആല മാറ്റിത്തരും, മനസ്സിന്റെ വല്ലാത്ത പ്രയാസം ടെൻഷൻ അല്ലാഹു തആല മാറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ തന്നെ വീണ്ടും സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നതാ ഒരിക്കലും പഠിച്ചവനെ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു വ്യാഴാഴ്ച നഖം മുറിക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് പറയുകയാണ്, നാളെ വെള്ളിയാഴ്ചയല്ലേ, നാളെ വെള്ളിയാഴ്ചയല്ലേ? മറുപടി പറയാണ് സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു, സുന്നത്തുകൾ പിന്തിപ്പിക്കരുത്, ഒരിക്കലും തന്നെ സുന്നത്തുകളെ പിന്തിപ്പിക്കാൻ പാടില്ല. ഒരു സുന്നത്ത് അങ്ങോട്ട് അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയണം. ദുഹന്റെ സമയം കഴിഞ്ഞു, വണ്ടിട്ട് ആ സമയം കഴിയണതിന്റെ മുമ്പ് തന്നെ നമ്മൾ കാത്തു നിൽക്കണം. നമ്മൾ ദുഹന്റെ സമയത്ത് പറഞ്ഞ അസ്ർ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകണം. നമ്മുടെ കയ്യിലും നമ്മുടെ കാലിലൊക്കെ നഖം നമ്മൾ മുറിക്കണം. ഈ നല്ല നിയ്യത്ത് വെച്ചോ, എന്റെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരണമെന്ന് നല്ല നിയ്യത്ത് നീ വെച്ചിട്ട് ഈ അമലുകൾ നീ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ജീവിതത്തിൽ നിനക്ക് ഖൈറും ബറക്കത്തും അല്ലാഹു തആല നൽകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ചെയ്തോളൂ. അല്ലാഹു തആല നന്മ നൽകട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാളെ വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച രാവാ, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്നത്തെ രാത്രി ആരെങ്കിലും എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ഇന്നത്തെ രാത്രി അല്ലാഹുവിനോട് എന്ത് തന്നെ ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല തരാൻ വേണ്ടി കാത്തിരിക്കുക. ഈ വെള്ളിയാഴ്ച രാവ് ദുആക്ക് ഇജാബത്തുള്ള രാത്രി അല്ലാഹു നമുക്ക് നൽകട്ടെ. അതേപോലെ തന്നെ ഇന്നത്തെ രാത്രി ആരെങ്കിലും ഹയാത്താക്കിക്കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ രാത്രി ഒരാൾ ഹയാത്താക്കിയാൽ എന്റെ പ്രിയമുള്ളവരെ അവന്റെ അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള അവന്റെ ജീവിതത്തിലുള്ള ഓരോ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അടുത്ത വെള്ളിയാഴ്ച വരെ അവന്റെ തെറ്റിൽ നിന്ന് അല്ലാഹു തആല മാറ്റി നിർത്തപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇതൊക്കെ നന്മയുള്ള ദിവസങ്ങളാണ്, നന്മയുടെ സമയങ്ങളാണ്. നമുക്ക് കഴിയുന്ന അത്രയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പൂർണ്ണമായി ഏറ്റവും 100% നമ്മുടെ മനസ്സിനകത്ത് ഈമാൻ കൊണ്ട് നടക്കുന്ന ആളാണ് എന്ന് പറയാൻ ഈ പറയുന്ന എനിക്കോ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കോ സാധിക്കില്ല. നമുക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് ഈമാൻ അല്ലാഹു നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ടില്ല, അല്ലെ? അത്രയ്ക്കൊന്നും ഈമാൻ നമുക്കില്ല. പക്ഷേ നമ്മൾ പരിഗണിക്കണം നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ. എന്നാൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കും. പടച്ച തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ.